ഈ ഫോട്ടോ നമുക്ക് ചോക്ലേറ്റ് അങ്കിളിനെ കാണിച്ച് ഇംപ്രസ് ചെയ്താലെന്താ? രക്ഷപ്പെട്ടു. എടാ എന്തിനാടാ സ്റ്റിയറിംഗ് പൊട്ടിച്ചെടുത്തത്? ഇപ്പൊ കാർ ഔട്ട് ഓഫ് കൺട്രോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടയറാരെ മോഷ്ടിച്ചുകൊണ്ട് പോയി. കുട്ടികളെ ആ ടയറൊക്കെ തിരിച്ചു കൊണ്ടുപോവാ. എന്റെ മക്കളെ അങ്ങനെ വഴക്ക് പറയണ്ട. എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്, ബോക്സ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂട്ടറിന്റെ ടയർ തിരിച്ചു വേണം. സംശയമുണ്ടോ? കുറച്ചു നേരം കളിച്ചിട്ട് അവർ തിരിച്ചു തരും. എനിക്ക് എയർപോർട്ടിൽ പോകാനുള്ളതാ. ശരി മക്കളെ, വേഗം പോയി ടയർ ഫിക്സ് ചെയ്യ. ടയർ ആ ട്രക്കിനകത്ത് കേറി. സോറി, ഞങ്ങൾ നിങ്ങൾക്ക് വേറെ വാങ്ങിച്ചു തരാം. എന്റെ ഹസ്ബൻഡ് ബോക്സറാ, ബോക്സർ. വേഗം വാ മക്കളെ. ഓക്കെ, വേഗം വാങ്ങിച്ചോണ്ട് വരണേ. ഞങ്ങൾക്ക് മേഡത്തിന്റെ എയർപോർട്ടിൽ കൊണ്ടുവിടാനുള്ളതാണ്. ടയർ വാങ്ങിച്ചോണ്ട് വരാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോഴേക്ക് മേഡത്തിന്റെ ഫ്ലൈറ്റ് മിസ് ആവും. സംശയമുണ്ടോ? പക്ഷെ ടയറിലേത് വണ്ടി കൊണ്ട് എങ്ങനെ പോവാനാ? മേഡത്തിന്റെ സൈഡിലുള്ള സീറ്റിൽ ഉന്തിക്കൊണ്ട് പോകാൻ പറ്റുമോ? അടിപൊളി ഹണി, അതൊരു നല്ല ഐഡിയ ആണ്. ഞാൻ എപ്പോ ഐഡിയ പറഞ്ഞാലും അതെന്താ എനിക്ക് മാത്രം മനസ്സിലാവാത്തത്? ഹണി വേഗം, ഇനി നിന്റെ ഊഴമാണ്. എന്നാ ശരി. അല്ലേടെ പോപ്പട്ടെ, ഊഴം പൃഥ്വിരാജന്റെ അല്ലേ? നമ്മളത് കണ്ടതാ. അപ്പൊ പിന്നെ എങ്ങനെയാ ഊഴം എന്റേതാവുന്നേ? എടാ ഇവൻ എന്തൊക്കെയാ പറയുന്നേ? ഒന്ന് നിക്ക്, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. എന്റെ വലിയ അളിയ, ആ ഊഴം അല്ല, ഊഴം എന്നാൽ അവസരം. എന്നാ പിന്നത് വ്യക്തമായിട്ട് പറഞ്ഞൂടെ? ഒന്നുകൂടി താ, ഞാൻ ഒരിക്കൽ കൂടി അതുപോലെ ഒന്ന് എറിഞ്ഞു നോക്കട്ടെ. ഉന്നം നോക്കി എറിഞ്ഞിട്ട് പോലും അത് കൊള്ളണ്ടടുത്താ കൊണ്ടത്. എന്നെ അടിച്ചല്ലേ? ഇന്നാ പിടിച്ചോ. റേഷൻ കടയിൽ പോയി റേഷൻ വാങ്ങാൻ എനിക്ക് മടിയാണ്. സണ്ണി, അവരിതാ അവിടെ നിൽക്കുമ്പോ നീ ഇവിടെ ഇവരൊക്കെ ആരാ? ഇവരൊക്കെ ആരാണെന്നാണ് ഇയാൾ ചോദിക്കുന്നത്. ഇയാൾ എന്ത് ചോദിച്ചാലും ഇയാളിൽ നിന്ന് തുടങ്ങുള്ളൂ. ഇയാളുടെ പേരാണ് യാകേഷ് യോഷൻ. അപ്പൊ ഇയാൾക്ക് ഒരിക്കലും അന്താക്ഷരി കളിക്കാൻ പറ്റില്ല. കാരണം അതിലെ ആദ്യത്തെ പാട്ട് മായ എന്ന അക്ഷരത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് തന്നെയാണ് ഹണിയുടെ നാമം. വേഗം മാവച്ച് പാട്. മാവച്ചോ? അടുക്കളയിൽ വെച്ച് എന്റെ പ്ലേറ്റ് ഒന്ന് പൊട്ടി. നാളെ ദേവന്റെ അച്ഛൻ വരുന്നുണ്ട്, കൂടെ കൊണ്ടുവരുന്നുണ്ട് 4-5 പെട്ടി. അടികൈ ഞാൻ കഴിക്കും ചോക്ലേറ്റ്. മനസ്സിലായോ? അതോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? ആഹാ, ഇപ്പി ഹുറേ മനസ്സിലായി. 5000 ചോക്ലേറ്റുകൾ. എന്താ അതിന്റെ ഒരു രസം? ചോക്ലേറ്റ്, ചോക്ലേറ്റ്. അയ്യോ, വീണ്ടും ചോക്ലേറ്റോ? മൂന്നും കൂടി വിൽക്കുന്ന കണ്ടില്ലേ? യക്ഷ അങ്ങനെ കിട്ടില്ല. എന്റെ യക്ഷനെ എംപ്രസ് ചെയ്യാൻ.
ഹണി പിടിവിടരുത്. എടാ, ഇതിൽ ഒരു ചോക്ലേറ്റ് പോലും നിങ്ങളെ ഞാൻ കഴിക്കാൻ സമ്മതിക്കില്ല. 5000 ചോക്ലേറ്റ് ഞാൻ തന്നെ സ്വന്തമാക്കും. അയ്യോ ഹണി. മൗണ്ടൻ ക്ലൈംബിംഗ്. പക്ഷെ നീ 5 രൂപ മതിയെന്നല്ലേ എന്നോട് പറഞ്ഞത്? ഇവൻ പറയുന്നത് ഇവന്റെ അച്ഛനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കയറേണ്ടി വരുമെന്നാണ്. അയ്യോ അയ്യോ അനന്തീലേ. ഓ ഇതെന്തായി സംഭവിക്കുന്നേ? ഉണക്കാനിട്ടിരിക്കുന്ന തുണിയെല്ലാം വാടിപ്പോയി, നിങ്ങളുടെ ഉന്നമെല്ലാം തെറ്റിപ്പോയി. അടി കൈ എറിഞ്ഞോടിക്കവനെ വേഗം. അയ്യോ 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 എന്താ എന്താ നിങ്ങൾ എന്താ ചെയ്യുന്നേ? അയ്യോ അയ്യോ എറിയലേ എറിയലേ. അയ്യോ ആ അയ്യോ എറിയലേ. നിർത്തൂ. കുളമായി. ഒന്ന് നിർത്തൂ. ഇത്രയും വലിയൊരു കവി എങ്ങനെ അപമാനിക്കാൻ പാടില്ല. ഇയാളാണോ കവി? അതെ, നിങ്ങളത് കേട്ടില്ലേ? ഒരു വീട്ടിൽ ഉണക്കാനിട്ടിരുന്ന തുണി നന്നായി വാടി. ആ വാടിയ തുണി ഇനി വേഗം ഉണങ്ങി കിട്ടുമല്ലോ. എന്തൊരർത്ഥമുള്ള കവിത! ആഹാ, അടിപൊളി കന്നാ സാറേ, അടിപൊളി. സംശയമുണ്ടോ? അതെ, ഖന്ന സാറിന്റെ ഈ കഴിവിന് അവാർഡ് കൊടുക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണും. ഖന്ന സാറേ, ഒരു വെടിക്കെട്ട് കവിത അങ്ങ് കാച്ചിയാട്ടെ. കവിതകൾ ചൊല്ലാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അത് ആകാശത്തിലൂടെ പറക്കുന്ന പറവകൾ പോലെയാണ്. അടികൈ. ഇവിടെ വരൂ. നല്ല പറപറക്കുന്ന കവിതയാണല്ലോ ചൊല്ലിയത്. മനസ്സാഗ്രഹിക്കുന്നു നിനക്ക് 1000 ഉമ്മ തന്ന് ആനന്ദിക്കാനായിട്ട്. എല്ലാവരും കൈയടിച്ചാട്ടെ. ഭാഗ്യം എല്ലാം കഴിഞ്ഞെന്നാ തോന്നുന്നേ. അയ്യോ, എന്റെ മുഖമാകെ വൃത്തികേടായി. ഇഷ്ടമാണ്. അത് ആകാശത്തിലൂടെ പറക്കുന്ന പറവകൾ പോലെയാണ്. അടികൈ. മഴ വരുമ്പോൾ വീഴുന്നത് കാണാം മഴത്തുള്ളി. ഞാൻ എന്റെ വീട്ടിലെ അടുക്കളയിൽ അരിയാറുണ്ട് വെളുത്തുള്ളി. അടികൈ. കാട്ടിൽ ചീവീടിന്റെ കൂടെ കരയാറുണ്ട് മാക്കാൻ തവളകൾ. നിങ്ങൾ കേട്ടാൽ കൈയടിച്ചു പോകും. രസമുള്ളതാണ് എന്റെ കവിതകൾ. അടികൈ. നിർത്തൂ, നിർത്താൻ. രക്ഷിക്കണേ. വേഗത്തിലോട്, ട്രക്കിന് ഭയങ്കര സ്പീഡാണ്.
നിർത്ത 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 നിർത്ത. അയ്യോ, രാവിലെ തന്നെ റോട്ടിൽ പ്രേതങ്ങൾ ഇറങ്ങിയോ? അയ്യോ, എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കണേ. എന്റെ പൊന്നു ദൈവമേ, എന്നെ കാത്തോളണേ. അയ്യോ, പോയി പ്രേതം. അല്ല കൂട്ടുകാരെ, ഇവർക്ക് നിങ്ങൾ ആരും പറഞ്ഞു കൊടുത്തില്ലേ ഇങ്ങനെ നേരെ ചെന്ന് ഫ്ലൈറ്റ് കയറാൻ പറ്റില്ലെന്നാ? നേരെ എയർപോർട്ടിൽ തന്നെ ചെല്ലേണ്ടി വരും. അയ്യോ, ദേ മേഡത്തിന് ജെറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. കൂട്ടുകാരെ വേഗം വാ, നമുക്ക് മാഡത്തിനെ രക്ഷിക്കണം. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇതിനെ എങ്ങനെയാ ഒന്ന് നിർത്തുന്നത്? അതിലെ റെഡ് ബട്ടൺ അമർത്ത. ഇവിടെ വരൂ, എനിക്ക് ഡബിൾ സ്കൂപ്പിന്റെ ഐസ്ക്രീം തരൂ. ചൂടുള്ള സമയത്ത് ഇതുപോലത്തെ തണുത്ത ഐസ്ക്രീം നുണഞ്ഞു കഴിക്കുമ്പോൾ മനസ്സും അതിനോടൊപ്പം തണുക്കുകയാണ്. കഴിക്കുന്ന ഐസ്ക്രീം ഡബിൾ ഡെക്കർ ആകുമ്പോൾ കൂടുതൽ സന്തോഷം. വെരി ഗുഡ്. ഇതെന്താണിത്? ലെഫ്റ്റിലോട്ട് പോയിട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞാൽ ഒരു പുഴയുണ്ട്. 2 സ്കൂപ്സ് ഐസ്ക്രീം കഴിച്ചതിന് ശേഷം ഞാനിത് ചുമ്മാ കളയാറുണ്ട്. സർ, അതിന് 200 രൂപയേ ഉള്ളൂ. ഞാൻ ഇത്രയും വില കുറഞ്ഞ ഐസ്ക്രീം കഴിക്കാറില്ല. അതുകൊണ്ട് 500 രൂപ തരും ഞാൻ. ബാക്കി 300 രൂപ ടിപ്പ്. ഇതാ പിടിച്ചോ. ഓഹോ, ഐസ്ക്രീം തിന്നുമ്പോൾ ക്രീം കുറഞ്ഞു വരും. പക്ഷെ ഇവന്റെ അഹങ്കാരം കൂടി വരികയാണ്. കന്നയുടെ ഇപ്പോഴത്തെ ഈ തലക്കനം ഇവനെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് ആർക്കറിയില്ല. ഞാൻ പറയാറുണ്ടായിരുന്നു എനിക്ക് സാധിക്കാത്തതായി ഈ ലോകത്തൊന്നും തന്നെ ഇല്ലെന്ന്. അപ്പോൾ നാട്ടുകാരെ ചോദിച്ചു, നിന്റെ തലയിൽ മുടി വളർത്താൻ സാധിക്കുമോ എന്ന. പക്ഷെ ഞാൻ വിഗ് വെച്ചുകൊണ്ട് അതിനുള്ള പരിഹാരവും കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് എനിക്ക് മനസ്സിലായി, കന്നാ സാർ കവിത ചൊല്ലുന്നത് പോലെ എനിക്കൊരിക്കലും കവിത ചൊല്ലാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കന്നാ സാറിന് ബെസ്റ്റ് സാഹിത്യകാരനുള്ള അവാർഡ് കൊടുക്കുകയാണ്. വെൽക്കം, വെൽക്കം മൈ ഫ്രണ്ട്, വെൽക്കം, വെൽക്കം മൈ ഫ്രണ്ട്, വെൽക്കം. കവിതകൾ ചൊല്ലുന്നതിന് വേണ്ടി എനിക്ക് കിട്ടുന്നു നേരം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നെന്റെ നമസ്കാരം. അടികൈ. അല്ല, ഇതെന്തോന്നാ? കൊറോണ വൈറസ് ചൈനയിലെ വുഹാനിൽ നിന്നാണ് ആദ്യം പടർന്നത്. നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിനെയാണ് കവിത എന്ന് പറയുന്നത്. അടികൈ. ഇനി ആകെ 20 മിനിറ്റ് ബാക്കിയുള്ളൂ. വണ്ടി ഒന്ന് വേഗത്തിൽ വിട്. ഓടിക്കോ മാഡം, ഇനി 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അതെ കൂട്ടുകാരെ, നിങ്ങളുടെ മാഡം എന്റെ ജെറ്റ് ബാഗും കൊണ്ടാ പോയിരിക്കുന്നത്. അത് നന്നായി. പ്ലെയിനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ പറന്ന് നേരെ ബാംഗ്ലൂരിലെത്താം. മഞ്ഞ കളർ ആയിക്കോട്ടെ അല്ലെങ്കിൽ റോസ് കളർ ആയിക്കോട്ടെ, എന്റെ ഗാർഡനിൽ ജമന്തിയും റോസയും ഇരിക്കട്ടെ. അടികൈ. സാർ, ഇവിടെ ജമന്തിയും ബന്ദിയും ഒന്നും അങ്ങനെ വളരില്ല. അതെന്താ വളരാത്തത്? അവരോട് പറഞ്ഞാൽ മതി നിങ്ങൾ ഇപ്പോൾ മിസ്റ്റർ ഖന്നയുടെ ഗാർഡനിലാണെന്ന്. സാർ,
അങ്ങനെയാണെങ്കിൽ സാറ് തലയിൽ വെച്ചോ. സാറിന്റെ തലയ്ക്കകത്ത് മുഴുവൻ കളിമണ്ണ് നിറഞ്ഞിരിക്കുക. നല്ല ഫലം ഉണ്ടാവുകയും ചെയ്യും. തോന്നിയ ദിവസം പറയുന്നോ? നിൽക്കണോ അവിടെ? നിൽക്കണോ അവിടെ? നിന്റെ ഷേപ്പ് ഞാനിത് മാറ്റും. നിന്നെ ഞാനിന്ന് വിടില്ലടാ. എടാ കൂടിപ്പോയാ നീ ഇത് എവിടം വരോടും? നിക്കടോ അവിടെ. കന്നാ സാറിന്റെ മുഖത്ത് മണ്ണായി. ഇത് മണ്ണൊന്നുമല്ലടാ, മരുന്ന് പുരട്ടിയിരിക്കുക. യു എലസ്, നിനക്കത് മനസ്സിലാവില്ല. കന്നാ സാറേ, ഇങ്ങോട്ട് വരൂ. പശുവിന് പുല്ല് കൊടുത്താലേ പാല് തരൂ. ഞാനേ ഒരു മാനിനാ. നിങ്ങൾ ഇങ്ങോട്ട് വരൂ. ഈ മുഖം എന്ന ക്യാൻവാസിനുള്ളിൽ എന്തിനാണ് മണ്ണുകൊണ്ട് പെയിന്റ് അടിച്ചിരിക്കുന്നത്? ഞാനൊരു വലിയ മനുഷ്യനാ. ചെറിയ ആൾക്കാരുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ എനിക്ക് പറ്റില്ല. മനസ്സിലായോ? ചെറുതോ ചെറുതിന്റെ വലുതിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ എന്നെ ചെറുതാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ചെറുതാക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചെറിയ ഹൃദയം, ചെറിയ ചിന്തകൾ, ചെറിയ ബുദ്ധിയെ കുറിച്ച് അറിയാൻ സാധിക്കും. കടന്നു പോകൂ എന്റെ കണ്ണിന്റെ മുന്നിൽ നിന്നും. ഓ അതെ കന്നാ സാറേ, ഇത് ഓവറായിട്ട് സാറിന് തന്നെ തോന്നുന്നില്ലേ? വഴിയെ പോകുന്നവരോട് ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. പറന്നു വെക്കോ, തത്തകളെ ഞാൻ അങ്ങനെ ഗൗനിക്കാറില്ല. ഇന്നെന്താ കന്നാ സാറേ സാറ് കൈയടിക്കാനും പറഞ്ഞില്ലല്ലോ? എന്റെ കവിത കേട്ട് വലിയ വലിയ ആൾക്കാരാണ് കൈയടിക്കാറുള്ളത്. നിങ്ങളെ പോലെ ചെറിയ ചെറിയ ആൾക്കാരുടെ കൈയടിയൊന്നും എനിക്ക് വേണ്ട. മനസ്സിലായോ? ഇനി എന്ത് ചെയ്യും? അതെ, ഫോട്ടോ കിട്ടി. ഇങ്ങനൊരു ഫോട്ടോ ഈ സിംഹത്തിന്റെ ഫാമിലി ഫോട്ടോഗ്രാഫറുടെ കയ്യിൽ പോലും ഉണ്ടാവില്ല. സംശയമുണ്ടോ? എന്നാവാ നമുക്ക് പോവാം. ആരാ ഇത്? നിൽക്ക്, ഇതൊന്ന് പറഞ്ഞേ. അർജുൻ എന്ന് പേര് വിളിക്കാനുള്ള ആദ്യത്തെ അക്ഷരം എന്തായിരിക്കുമെന്ന് പറയേ. അവസാനം നീ എന്റെ കയ്യിൽ തന്നെ വന്ന് പെട്ടു. അയ്യോ, ഓ ബണി, നീ സത്യത്തിൽ ശരിക്കും ഇന്റലിജന്റ് ആണ്. താങ്ക് യു മാഡം, താങ്ക് യു, താങ്ക് യു. ആ വഴി ബ്ലോക്കാണ്. എടാ നിർത്ത നിർത്ത നിർത്താൻ.